ഇല്ലെന്ന് പറയും, അവനവൻ്റെ ഉള്ളിൽ മനസ്സ് പറയും ഇല്ലെന്ന്. അപ്പം നിർത്തിക്കോണം ഈ പണി. പരമാവധി എല്ലാവരും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവതി അല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം വേറെ ഒന്നുമില്ല. പിന്നെ എന്താണ് ശ്രീവിദ്യ അല്ലാത്തത്? ഇവൻ യോഗ്യനാണ്, ഏറ്റവും ചുരുങ്ങിയ ഇതെങ്കിലും കൊടുക്കാം. ഞാനിത് മാറ്റാൻ വേണ്ടിയിട്ട് അവസാനം സുഹൃതമൊക്കെ കഴിച്ച് ഇപ്പോൾ യൂട്യൂബിലിരുന്ന് ദീക്ഷ കൊടുക്കുന്നവർ, വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ദീക്ഷ കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇവർക്കിത് യോഗ്യനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? ഒരു മന്ത്രം ഫലിക്കുമ്പോഴാണ് പേടിക്കേണ്ടത്. ഫലിക്കാണ്ട് പോയാൽ മനസ്സമാധാനമുണ്ട്. ഈ 50 അക്ഷരങ്ങൾ എവിടെ സ്പന്ദിക്കുന്നു? എങ്ങനെ ശോധന ചെയ്തൊരു നല്ല ശിഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ഞാൻ സീറോ ആയി, ഞാൻ ഒന്നുമില്ലാണ്ടായി എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ ലളിതാംബിക എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാകും. മന്ത്രം അനുഷ്ഠുപ്പിലായിരിക്കും എഴുതിയിട്ടുണ്ടാവും, ധ്യാനം ചിലപ്പോൾ ശ്രദ്ധരയിലായിരിക്കും. നമസ്കാരം. ഇന്ന് ആഗമയ ട്രഡീഷൻസിൻ്റെ പോഡ്കാസ്റ്റിൽ നമ്മോട് കൂടെയുള്ളത് കാവുകളുടെ പുനരുജ്ജീവനം ജീവിത ദൗത്യമായിട്ടെടുത്ത ഒരു മഹാത്മാവാണ്. മധ്യകേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തന്ത്രിയും പ്രഭാഷകനും ഒക്കെയായ PR രാജേഷ് ശർമ്മ അവർകളാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിന് ഷോയിലേക്ക് ക്ഷണിക്കാം. നമസ്കാരം തിരുമേനി. നമ്മൾ അങ്ങിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം മന്ത്രങ്ങളുടെ ആവിർഭാവത്തെ പറ്റിയാണ്. ആദ്യമായി നാദബ്രഹ്മം എന്നാൽ എന്താണെന്ന് ഒന്ന് പറയാം. ശബ്ദത്തിൻ്റെ ആദ്യത്തെ സ്പന്ദനമാണ് ബ്രഹ്മം. നമ്മൾ ബ്രഹ്മത്തെ പറ്റി അറിയണമെങ്കിൽ നമ്മളുടെ ആദ്യത്തെ തന്നെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ വസ്തുക്കൾ അഥവാ മാറ്ററിൽ നിന്ന് വിട്ടിട്ട് ഫ്രീക്വൻസി എന്നുള്ള ലെവലിൽ ചിന്തിക്കണം. ഇപ്പോൾ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ഈ ആവിർഭവിച്ച പ്രപഞ്ചം, നമ്മൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം ഇങ്ങനെ കാഴ്ചയ്ക്ക് ഗോചരമാകുന്നതിന് മുമ്പ് അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഈ വസ്തുക്കളൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിനെ സ്വാധീനിച്ചിരിക്കുന്നത്? ഇതെല്ലാം തുടങ്ങിയത് ആദ്യത്തെ ഒരു ശബ്ദത്തിൽ നിന്നാണ്. അത് സ്പന്ദനമാണ്, ആദ്യത്തെ സ്പന്ദനമാണ്. ആദ്യത്തെ ആ സ്പന്ദനത്തെയാണ് നാദബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ആ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കാത്തത്ര വളരെ ഒട്ടും ഇന്ദ്രിയങ്ങൾക്ക് കിട്ടാത്ത തരത്തിലുള്ള ഒരു വൈബ്രേഷനായിട്ട് ഇരുന്നിട്ട് അത് ഇന്ന് കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചമായി തീരുമ്പോഴേക്കും അതിൻ്റെ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദ്യം വളരെ ചെറിയ ഒരു വസ്തുവിൽ നിന്ന്, അതിനെ നമ്മൾ ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ വാക്കിൽ പറഞ്ഞാൽ ക്വാർക്ക് എന്ന് പറയും. അതായത് പ്രപഞ്ചത്തിലെ മുഴുവൻ പ്രോട്ടോണുകളും മുഴുവൻ ന്യൂട്രോണുകളും മുഴുവൻ ഇലക്ട്രോണുകളും കൂടി ചേർന്ന് ഒരു കണികയായിട്ട് മാറിയാൽ അതിന് പറയുന്ന പേരാണ് ക്വാർക്ക്. ഈ ക്വാർക്കിൽ നിന്ന് ഈ ക്വാർക്ക് 3 കണങ്ങളെ ഒരുമിച്ച് നമ്മൾ ചേർത്താൽ ഒരു ത്രികോണ ആകൃതിയിലാണ് ഉണ്ടായി വരിക. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ നമ്മുടെ ശക്തിയുടെ ചിഹ്നമായിട്ട് ത്രികോണത്തെ പരിഗണിച്ചിരിക്കുന്നത്. ഈ ത്രികോണത്തിൻ്റെ മധ്യത്തിൽ ഇതിനെ ഈ ചെറുതാക്കാനായിട്ട് ഉപയോഗിച്ച അതേ ഊർജം തന്നെ, അല്ലെങ്കിൽ അതേ ശക്തി തന്നെ ഇതിനെ വിരിയിക്കാനും വലുതാക്കാനും പര്യാപ്തമായ രീതിയിൽ അതിനുള്ളിൽ അന്തർലീനമാണ്. അപ്പോൾ ആ ഭൗതികമായിട്ട് ആ ചെറുതായി മൈന്യൂട്ടായിട്ട് നിന്ന വസ്തു ശിവവും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ശക്തിയെ പാർവതിയായിട്ടും അല്ലെങ്കിൽ ശക്തിയായിട്ടുമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അതിൽ നിന്ന് ഈ സ്പന്ദനത്തിൻ്റെ തുടക്കത്തിൽ സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിരന്തര സ്പന്ദനത്തിലൂടെ ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇത് അതുകൊണ്ട് തന്നെ ഇതിന് അന്തമില്ല, ആദ്യമില്ലാത്തൊരവസ്ഥയിൽ ഇതിങ്ങനെ ഉണ്ടായി വരികയാണ്. നാളെ ഇത് എങ്ങോട്ടേക്ക് തിരികെ പോകുമെന്ന് ചോദിച്ചാൽ ഇത് വീണ്ടും പ്രളയകാലത്ത് വീണ്ടും ഇതെല്ലാം വേർപിരിഞ്ഞ്, കണികകളൊക്കെ വേർപിരിഞ്ഞ് തിരികെ സ്ക്വാർക്ക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അത് പ്രളയമായിട്ട് മാറും. അല്ലാതെ പ്രളയകാലത്ത് തീ വരാനില്ല, വെള്ളം വരാനില്ല, ഒന്നും വരാനില്ല. നമ്മളെങ്ങനെ തന്നെയാണോ നമ്മുടെ ശരീരത്തിലെ ഒരു കോശത്തിൻ്റെ അവസ്ഥ, ആ കോശം ഉണ്ടാവുകയോ ഇല്ലാതാവുകയും ചെയ്യുന്നത്, അതേ അവസ്ഥയിൽ തന്നെ അതിൻ്റെ മൈക്രോ ലെവലിൽ പ്രപഞ്ചം ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യും. ആദ്യത്തെ ശബ്ദമാണ്, ആദ്യത്തെ സ്പന്ദനമാണ് നാദബ്രഹ്മം. അത് അനസ്യൂതം സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിരുമേനി, ശബ്ദം എങ്ങനെയാണ് വൈദികരുടെയും താന്ത്രികരുടെയും പ്രധാന ഊർജ്ജരൂപമായി മാറിയത്? ശബ്ദത്തിൻ്റെ അടിസ്ഥാനമായ കണങ്ങൾ എന്ന് പറയുന്നത് അക്ഷരങ്ങളാണ്. അക്ഷരങ്ങൾക്ക് സ്പന്ദനമുണ്ട്. അക്ഷരങ്ങൾ എവിടെ സ്പന്ദിക്കുന്നു? അക്ഷരങ്ങൾ യഥാ ബ്രഹ്മാണ്ട തഥാ പിണ്ടാണ്ട എന്നാണ് നമ്മളുടെ ഭാരതീയ ധർമ്മ ചിന്ത. അപ്പോൾ എന്താണോ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നത് അതേ വസ്തുക്കളെല്ലാം തന്നെയും നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ്. അങ്ങനെ ഈ 51 അക്ഷരങ്ങൾ നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സംസ്കൃതത്തിലെ 50 അക്ഷരങ്ങൾ, ഈ 50 അക്ഷരങ്ങളെ കൊണ്ട് തന്നെയാണ് ഈ മന്ത്രങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ 50 അക്ഷരങ്ങൾ എവിടെ സ്പന്ദിക്കുന്നു? 50 അക്ഷരങ്ങളും നമ്മളുടെ മൂലാധാരം മുതൽ ആജ്ഞ വരെയുള്ള ചക്രങ്ങളിൽ 50 ദളങ്ങളായിട്ട് സ്പന്ദിക്കുന്നുണ്ട്. അതുകൂടാണ്ട് ലം, വം, രം, യം, ഹം, ഉം, ഓം എന്നുള്ള ശബ്ദത്തിൽ 7 ആധാര ചക്രങ്ങളിലും ഈ മന്ത്രങ്ങൾ തന്നെ സ്പന്ദിക്കുന്നുണ്ട്. അപ്പം
സഹസ്രാര ചക്രത്തിൽ ഈ ആജ്ഞ വരെയുള്ള ചക്രങ്ങളിലുള്ള 50 അക്ഷരങ്ങളുടെ 20 ആവർത്തനമുണ്ട്. അങ്ങനെ 1000 ദളങ്ങൾ സഹസ്രാര ചക്രത്തിനുണ്ട്. അപ്പം നമ്മൾ ചിന്തിച്ചാൽ ഭൗതികമായ തലത്തിൽ ഇതെല്ലാം തന്നെ ന്യൂറോൺസ് ആണ്. ഇത് ആത്മീയമായ തലത്തിൽ ഇത് ദേവതകളാണ്. ഇതെല്ലാം തന്നെ മാനസികമായ തലത്തിൽ മനസ്സിനെ സ്വാധീനിക്കുന്ന ഓരോ ഘടകങ്ങളാണ്. അപ്പോൾ ദേവതയ്ക്ക് മാനസികവും ഭൗതികവും ആത്മീയവുമായിട്ടുള്ള സ്വാധീനം ഒരാളിലുണ്ടാവും, ഒരക്ഷരത്തിന്. അത്തരത്തിലാണ് മന്ത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വൈദിക മന്ത്രങ്ങളുടെ കാച്ചി കുറുക്കിയ പതിപ്പാണ് തന്ത്രത്തിലെ മന്ത്രങ്ങളെല്ലാം തന്നെ. റിഫൈൻഡ് ആണ്. കുറച്ചുകൂടി അതിനെ പ്യൂരിഫൈ ചെയ്ത്. ഇപ്പം നെല്ലിക്ക ജ്യൂസിനെ നമ്മൾ വറ്റിച്ച് അതിൻ്റെ എന്താ പറയുക ഇതുണ്ടാക്കുമല്ലോ, ഗുളികകൾ ഉണ്ടാക്കുമല്ലോ, അതുപോലെ കാച്ചി കുറുക്കി എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് കീലനശേഷി കൂടുതലാണ്, പ്രഹരശേഷി കൂടുതലാണ്. താന്ത്രിക മന്ത്രങ്ങളുടെ പ്രത്യേകത ഇതാണ്. ഇപ്പം ഈ ത്രംബക യജാമഹ എന്നുള്ള മന്ത്രത്തിനേക്കാളും പ്രഹരണശേഷി കൂടുതലാണ് ജുംസ. കാരണം ചെറുതാവും തോറും അതിന് തുളയാനുള്ള ശേഷി കൂടും. ആണിയാണെങ്കിലും പ്രതലം വലുതായി കഴിഞ്ഞാൽ തുളയാനുള്ള ശേഷി കുറയും. ഷാർപ്പാവും തോറും പ്രയോഗിക്കാനുള്ള എളുപ്പം കൂടുതലാണ്. എന്നാൽ വൈദിക മന്ത്രങ്ങളെ കാലത്തോളം കുറേ കാലം അതിന് ഈ പറഞ്ഞ പോലെ പുരസ്കരണയൊക്കെ ചെയ്ത് സിദ്ധി വരുത്തിയ ആളുകൾക്ക് സ്മരണ കൊണ്ട് തന്നെ സാധിക്കുകയും ചെയ്യും. മന്ത്രങ്ങൾ എന്ന് പറയപ്പെടുന്ന എല്ലാം തന്നെ അക്ഷരങ്ങളുടെ വിന്യാസങ്ങളാണല്ലോ. അപ്പോൾ ഒരു വിന്യാസം നമ്മൾ എങ്ങനെയാണ് പ്രയോജനത്തിന് വേണ്ടി കണ്ടുപിടിക്കുക? ഒരു ഋഷി അത് കണ്ടുപിടിക്കുന്നത് വളരെ വളരെ ഗഹനമായ വിഷയമാണ്. കാരണം മന്ത്രദ്രഷ്ടാവായിട്ടുള്ള ഋഷി എങ്ങനെയാണ് ഈ മന്ത്രങ്ങളെ സൃഷ്ടിച്ചതെന്നുള്ളത് വളരെ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളാണ്. ചില മന്ത്രങ്ങൾ നമുക്ക് ആലോചിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാകുമ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാം. പക്ഷേ സത്യത്തിൽ സൂക്ഷ്മദർശികളാണ് മന്ത്രദ്രഷ്ടാക്കളായിട്ടുള്ള ഋഷിമാർ. ഇപ്പം നമശിവായ മന്ത്രം നമ്മളിവിടെ ഉച്ചരിക്കുമ്പോൾ ആ ശിവൻ്റെ സൂക്ഷ്മമായ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ കാണുന്നില്ല, പക്ഷെ മന്ത്രദ്രഷ്ടാവായിട്ടുള്ള ഋഷി അത് കണ്ടിട്ടുണ്ട്. അത്തരത്തിലാണ് മന്ത്രങ്ങളെ ക്രോഡീകരിച്ചെടുത്തിരിക്കുന്നത്. ഈ മന്ത്രങ്ങൾ പലതും ദ്രാവിഡമായിട്ടും ആര്യമായിട്ടും പ്രയോഗിക്കുന്നതിൽ വളരെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. പക്ഷേ സൂക്ഷ്മതലത്തിൽ അതിൻ്റെ അവസ്ഥ ഒന്ന് തന്നെയാണ്. ഇപ്പം നമശിവയം എന്ന് തമിഴിൽ പ്രയോഗിക്കുന്നതും നമശിവായ എന്ന് നമ്മൾ പ്രയോഗിക്കുന്നതും ഫലത്തിൽ ഒരുപോലെയാണ്. അപ്പം അക്ഷരങ്ങൾ തന്നെ മാത്രമല്ല, അതിൻ്റെ സ്പന്ദനങ്ങൾ മാത്രമല്ല പരിഗണിക്കുന്നത്, മറ്റു ചില അവൻ്റെ മന്ത്രം കൊണ്ടുണ്ടാകുന്ന മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം കൂടി പരിഗണിച്ചിട്ടാണ് ഋഷി മന്ത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാവത്തെ കൂടെ ആണ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ അവരെ ഋഷി എന്ന് വിളിക്കുന്നത്. നമുക്ക് മന്ത്രം ഉണ്ടാക്കാൻ സാധിക്കാത്തതും അവർക്ക് മന്ത്രം ഉണ്ടാക്കാൻ സാധിക്കുന്നതും അവർ ഋഷി ആയതുകൊണ്ടാണ്. ബീജത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മളൊരു അക്ഷരങ്ങളുടെ വിന്യാസത്തിലേക്ക് വരുന്നത്? ഇപ്പോൾ ഒരു ക്ലീം എന്ന് പറയുന്ന ഒരു ബീജത്തിൽ നിന്ന് അതിനോട് സംബന്ധിക്കുന്ന ഒരു മന്ത്രത്തിലേക്ക് അത് വിരിയുന്നത്, ആ ദളം വിരിയുന്നത്, ആ പ്രോസസ്സ് ഒന്ന്. ശക്തി ബീജമായിട്ടുള്ള ഹ്രീം, മായാബീജമായിട്ടുള്ള ക്ലീം, ഇങ്ങനെ അനവധി ബീജങ്ങൾ, ഭുവനേശ്വരി ബീജം, ഇങ്ങനെ ആണ് ഹ്രീം എന്ന് പറയുന്നത്. അതുകൂടാണ്ട് തന്നെ വൈഷ്ണവ ബീജാക്ഷരമായിട്ടുള്ള വൈഷ്ണവ ശക്തി ബീജാക്ഷരമായിട്ടുള്ള ശ്രീം, ഇങ്ങനെയുള്ള മന്ത്രാക്ഷരങ്ങളെ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ആവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന ഊർജം, ആ ഊർജം എന്തെന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു ബീജം മുളച്ച് വന്നത്, ചെടി മുളച്ച് വന്നു. ഇനി നമുക്കതിനെ തളിരിട്ട് അതിന് നാമ്പുണ്ടായി വരണം. ആ നാമ്പുണ്ടായി വരേണ്ട വളങ്ങളെയാണ് പിന്നെ മറ്റക്ഷരങ്ങളായിട്ട് ഒരു കൂട്ടിച്ചേർക്കുന്നത്. ആദ്യം ഇത് മുളയ്ക്കണമെങ്കിൽ ഈ ബീജാക്ഷരം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് അതിനെ ബീജം തന്നെ വിളിക്കുന്നത്. അത് മുളച്ചാൽ നമുക്ക് അതിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചേർക്കാം. ഇപ്പം ഹ്രീം എന്ന് പറയുന്ന മന്ത്രാക്ഷരത്തിന് ശക്തിയായാൽ അല്ലെങ്കിൽ സിദ്ധിയായാൽ, ആ മന്ത്രാക്ഷരം പ്രയോഗിച്ച് അതിൽ സിദ്ധി വരുത്തിയാൽ ആ ഹ്രീമിൽ നിന്ന് തന്നെ ദുർഗാബീജം ഉണ്ടാക്കിയെടുക്കാം. ആ ഹ്രീമിൽ നിന്ന് തന്നെ ഭദ്രകാളി ബീജം ഉണ്ടാക്കിയെടുക്കാം. ആ ഹ്രീം തന്നെ ഭുവനേശ്വരിയാക്കി പ്രയോഗിക്കാം. അതേ ഹ്രീം തന്നെ നമുക്ക് അന്നപൂർണേശ്വരിയിൽ ഉണ്ടാക്കിയെടുക്കാം. അതേ ഹ്രീം കൊണ്ട് തന്നെ പാർവതി ബീജം ഉണ്ടാക്കിയെടുക്കാം. ആ ഹ്രീമിൽ സിദ്ധി ഉണ്ടെങ്കിൽ ഈ ദേവതകൾ സ്വാഭാവികമായിട്ടും മന്ത്രസിദ്ധി തനിയെ വന്നുകൂടും. ഒരു മന്ത്രം 6 അംഗങ്ങളെ ചേർന്നതാണല്ലോ. ഈ 6 അംഗങ്ങളുടെയും പ്രാധാന്യം ഒന്ന് വിവരിക്കാമോ? മന്ത്രദ്രഷ്ടാവായിട്ടുള്ള ആളാണ് ഋഷി എന്ന് പറയുന്നത്. എന്ത് മന്ത്രത്തിനും എന്ത് വിദ്യയ്ക്കും ഒരു ഗുരുവുണ്ട്. ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് മന്ത്രദ്രഷ്ടാവായിട്ടുള്ള ഋഷിയാണ്. ആ ഋഷിയെ സ്മരിക്കുന്നതിലൂടെ ഋഷിക്ക് ജ്ഞാനത്തെ കൊടുത്ത ഗുരുപരമ്പരയാണ് നമ്മൾ സ്മരിക്കുന്നത്. ഒരാളെ സ്മരിച്ചാലും അത് ചെല്ലുന്നത് മഹാദേവന്റെ കാലിലേക്കാണ് ചെന്ന് വീഴുന്നത്. പിന്നെ മന്ത്രത്തിൻ്റെ ഛന്ദസ്, ഈ ഛന്ദസ് എന്ന് പറയുന്നത് മന്ത്രം എഴുതപ്പെട്ട മീറ്ററാണ്. ആ ക്രമീകരണമാണ് ഛന്ദസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഛന്ദസ്, എല്ലാ ഛന്ദസിൻ്റെയും മാതാവ് ഗായത്രിയാണ്. എങ്കിലും മറ്റനവധി ഛന്ദസ്സുകൾ പ്രയോഗത്തിലുണ്ട്, തന്ത്രത്തിലുണ്ട്, വൈദ്യത്തിലുണ്ട്. ഈ ഛന്ദസ്സുകളെല്ലാം ചെന്ന് ചേരുന്നത് ഒരേ ഒരു ദേവതയിലാണ്, അത് ഗായത്രിയിലാണ്. കാരണം ഛന്ദസ്സിൻ്റെയും വേദത്തിൻ്റെയും മാതാവ് ഗായത്രിയാണ്. ഇത് കൂടാതെ മന്ത്രത്തിൻ്റെ അടുത്ത അംഗം എന്ന് പറയുന്നത് മന്ത്രത്തിൻ്റെ ബീജാക്ഷരങ്ങളാണ്, അല്ലെങ്കിൽ മന്ത്രാക്ഷരങ്ങളാണ്. ദേവതയാണ്. ഈ ദേവത, ആ മന്ത്രം പ്രസ്താവിക്കുന്ന ദേവത ആരാണ്, ഏത് ദേവതയാണ് കുറിക്കുന്നത്, അതാണ് 3ാമത്തെ ഘട്ടം. 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മന്ത്രത്തിൻ്റെ ധ്യാനമാണ്. അത് ഈ മന്ത്രം എഴുതപ്പെട്ട
ധ്യാനം ഏതാണ്. സാധാരണഗതിയിൽ എല്ലാവരും ഋഷി, ഛന്ദസ്, ദേവത സ്മരിച്ചിട്ടാണ് ധ്യാനം ജപിച്ചിട്ടാണ് മന്ത്രം ജപിച്ച് തുടങ്ങാറ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. വെച്ചാൽ ഇപ്പം മന്ത്രം അനുഷ്ടുപ്പിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ധ്യാനം ചിലപ്പോൾ ശ്രദ്ധരയിലായിരിക്കും, അല്ലെങ്കിൽ തൃഷ്ടുപ്പിലായിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ അനുഷ്ടുപ്പ് ഛന്ദ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ധ്യാനം ആദ്യം ജപിച്ചിട്ട് അതിനുശേഷം മറ്റ് ഭാഗങ്ങൾ ജപിക്കുക എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട് വരുന്നത് അതിനകത്തെ മന്ത്രമാണ്. ആ മന്ത്രം എന്താണ്? ഇപ്പം സാധ്യനാരായണ ശ്രീ ദേവി ഗായത്രി ഛന്ദസ് മഹാവിഷ്ണു പരമാത്മാ ശ്രീമൻ നാരായണോ ദേവത, അതാണ് ദേവത. ശാന്താകാരം ഭുജകശയനം എന്ന് തുടങ്ങുന്ന ധ്യാനം. മന്ത്രം എന്ന് പറയുന്നത് ഓം നമോ നാരായണായ എന്ന് പറയുന്ന മന്ത്രം. അതിൻ്റെ മന്ത്രത്തിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് വേണ്ടത്, ഈ ദേവതയുടെ സ്വരൂപം എന്താണ്, ഇതൊക്കെ തന്നെ ആ ധ്യാനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നമ്മൾ കീലകം എന്ന് പറയാറുണ്ടല്ലോ, മന്ത്രത്തിന്റെ ആണിയാണെന്ന് പറയും. അത്തരം ഒരു പൂട്ടി വെക്കേണ്ട ആവശ്യകത, നമ്മളൊരു മന്ത്രത്തിന്റെ ശക്തിയെ പൂട്ടി വെക്കേണ്ട ആവശ്യകത എന്തുകൊണ്ടാണ് ഋഷിമാരെ എടുത്തു പറയുന്നത്? എല്ലായിടത്തും അനാവശ്യമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കാൻ. എന്ത് വിലയുള്ള സാധനം നമ്മൾ പൂട്ടി വയ്ക്കും. അതേ കൺസെപ്റ്റിലാണ്. പക്ഷെ അത് യോഗ്യരായവർക്ക് തുറന്നു കൊടുക്കും. നമ്മൾ എന്തിനാണ് മന്ത്രം വരെയൊക്കെ പോകുന്നത്? നമ്മളൊരു കാഴ്ചബംഗ്ലാവ് പൂട്ടില്ലേ, എല്ലാവരും വന്ന് അകത്തോട്ട് കയറാതിരിക്കാനായിട്ട്. മന്ത്രം വരെ ഒന്നും പോണ്ട, നമ്മുടെ വീട് പൂട്ടില്ല, ആവശ്യമില്ലാത്ത ആൾക്കാർ കയറാതിരിക്കാൻ തന്നെയാണ് പൂട്ടുന്നത്. ചില മുറികൾ പൂട്ടിയിടുന്നതിനാണ് അല്ലേ. ബി നിലവറ പൂട്ടിയിട്ടുണ്ട്. പൂട്ടിയതിൻ്റെ ഉദ്ദേശം തന്നെ തുറക്കരുതെന്ന ഉദ്ദേശത്തിലാണ്. അപ്പം എന്തിനും പൂട്ടി വയ്ക്കുന്നത് യോഗ്യരായ ആളുകൾക്ക് വേണ്ടി തുറക്കാനാണ്, തുറക്കാതിരിക്കാനല്ല. യോഗ്യരായവർക്ക് തുറന്നു കൊടുക്കുക. കാരണം അയോഗ്യരായ ആളുകൾ മന്ത്രത്തെ ഉപയോഗിച്ച് അനാവശ്യമായ ഫലത്തെ ഉണ്ടാക്കും. അത് കുഴപ്പമാണ്, ഉപയോഗിക്കുന്നവനും കുഴപ്പമായതുകൊണ്ടാണ് പൂട്ടി വയ്ക്കുന്നത്. ഊർജ്ജ രൂപത്തെ അനാവശ്യമായ രീതിയിൽ ഉപയോഗിച്ചുണ്ടാകുന്ന കുഴപ്പത്തെ പറ്റിയാണ് അങ്ങ് പറയുന്നത്. ഈ നമ്മൾ യോഗ്യരായവരെന്ന് പറഞ്ഞല്ലോ, ഈ യോഗ്യരായവരെന്ന് പറഞ്ഞാൽ ജപം കൊണ്ട്, സാധനം കൊണ്ട്, ഉപാസന കൊണ്ട് ആ മന്ത്രത്തിന് അർഹരായവരെയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യത്വമുള്ളവർ അത്രേ ഉള്ളൂ. സാധാരണ പല ഗുരുക്കന്മാരുടെ അടുത്തേക്കും ഇപ്പോൾ ഒരാള് ചെന്ന് ചോദിക്കാൻ, എനിക്കൊരു മന്ത്രം തരാമോ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം പറയും. നീ ഇതിന് യോഗ്യനല്ല, അല്ലെങ്കിൽ നീ ഇതിന് ചേർന്നവനല്ല എന്ന് പറയും. സാധാരണ ഒരു ജപവും ചെയ്യാത്തവനാണ് ചെന്ന് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ലളിതാശ്രമം പോലും ജപിക്കാത്ത ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ജപമുള്ള ഒരാൾ ചെന്ന് ചോദിച്ചാലും, നാരായണനാമം ജപിക്കുന്ന ഒരാൾ ചെന്ന് ചോദിച്ചാലും കൊടുക്കാതിരിക്കുന്ന ഉണ്ട്. പരമാവധി എല്ലാവരും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വടി തിരിഞ്ഞ് കുന്തമായിട്ട് വരും പലപ്പോഴും. അതാണ് അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞത്. കാരണം പല മന്ത്രങ്ങൾക്കും, എല്ലാ മന്ത്രങ്ങൾക്കും തന്നെ, ഇവൻ അഷ്ടാക്ഷരി മന്ത്രത്തിന് പോലും ഈ 6 പ്രയോഗങ്ങളുണ്ട്, അറിയാലോ. മാരണം മുതലുള്ള എല്ലാ പ്രയോഗങ്ങളും അഷ്ടാക്ഷരിക്കും ഉണ്ട്, പഞ്ചാക്ഷരിക്കും ഉണ്ട്. അപ്പോൾ ഇത് ചെയ്താൽ ഇത് താങ്ങാൻ പറ്റില്ല. ഇതിൻ്റെ ഇതിന് ഫലപ്രാപ്തിയിൽ എത്തിച്ചു എന്ന് വയ്ക്കുക. ഇതിൻ്റെ മന്ത്രം കൊടുത്തവൻ ഗുരുവാണല്ലോ, അയാൾ 25% ഫലം സഹിക്കണം. അവൻ മാരണമോ സ്തംഭനമോ ഉച്ചാരണമോ ചെയ്ത, അതല്ല ഇതിൻ്റെ കുഴപ്പം. ഞാനിപ്പോൾ വെറുതെ ഇരുന്ന് ഞാൻ വിളിച്ചോണ്ട് വന്നിട്ട് AK-47 തോക്കും തന്നു, ഉപയോഗിക്കാനും പറഞ്ഞു തന്നു, പറഞ്ഞു വിട്ടു. നിങ്ങളിതുമായിട്ട് പോയി അവിടെ ആരെയോ വെടിവെച്ചു, ഇതിൻ്റെ ഉത്തരവാദിത്തം എനിക്കില്ലേ? അത് തന്നെ മന്ത്രത്തിൻ്റെ കാര്യം തന്നെ. അത് തോക്കാണെന്ന് വയ്ക്കുക. ഇതും അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സാധനം. ഇത് തലമുറകളിലാണ് പോയി കൊള്ളുന്നത്. ഒരു തലമുറയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു മന്ത്രം എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാരണം ഉണ്ടായി, വലിച്ചാൽ തീർന്നു. ഒരു മന്ത്രം ഫലിക്കുമ്പോഴാണ് പേടിക്കേണ്ടത്. ഫലിക്കാണ്ട് പോയാൽ മനസ്സമാധാനമുണ്ട്, കുഴപ്പമില്ല പോട്ടെ എന്ന് വയ്ക്കാം. പക്ഷെ വലിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം, എവിടെയോ ഇത് പോയി കൊണ്ടിട്ടുണ്ട്, ഇനി അതിൻ്റെ പുറകിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നീട് നോക്കണം. ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണ നമ്മൾ ശാന്തികർമ്മങ്ങളാണല്ലോ പൊതുവേ ചെയ്യുക. അപൂർവമായിട്ടുള്ളിടത്ത് വശ്യമൊക്കെ ഉണ്ട്, എന്നാലും പൊതുവെ ശാന്തികർമ്മങ്ങളാണല്ലോ. അപ്പോൾ അങ്ങ് പറഞ്ഞു ഒരേ മന്ത്രത്തിന് 6 ഭാവത്തിലും 6 തരത്തിലും 6 കർമ്മത്തിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരാൾക്ക് മന്ത്രം കൊടുത്തു എന്നിരിക്കട്ടെ, ഗുരുവിന് അദ്ദേഹത്തെ റെഗുലേറ്റ് ചെയ്യാൻ ഉള്ള കഴിവ് ഇതുണ്ടാവുമല്ലോ. അദ്ദേഹം പറയുമല്ലോ ഇന്ന പോലെയാണ് ഉപയോഗിക്കേണ്ട അങ്ങനെ. അത് പാലിക്കപ്പെടാനായിട്ട് ഗുരു ശ്രദ്ധിക്കേണ്ടതല്ലേ? പലപ്പോഴും അത് അങ്ങനെ അല്ലാതെ ആയിത്തീരുന്നുണ്ടോ എന്ന് ഗുരുവിന് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല, പോസിബിൾ അല്ല. നമ്മൾ ഇത് വിദ്യ സ്വതന്ത്രമാണെന്ന്. ഇപ്പം ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ, എനിക്ക് വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രനാണ്. ഇപ്പം ബ്രഹ്മാവ് രാവണന് വരം കൊടുത്തു, വേണേ റെഗുലേറ്റ് ചെയ്യാമല്ലോ. ഇടയ്ക്കൊന്ന് പോയി ബ്രഹ്മാവിന് പറഞ്ഞൂടെ, എടാ നീ ഈ പണി കാണിക്കരുത്, ശരിയല്ല നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞില്ല. പറയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തുപോയി. ഞങ്ങൾ തമാശയ്ക്ക് പറയും, ഏത്തക്കൊല വിറ്റവൻ വാങ്ങിയവനോട് പിന്നെ ഇത് പുഴുങ്ങിയേ തിന്നാവുള്ളൂ, ഇത് മെഴുക്കുവരട്ടി വെക്കരുത് എന്നൊക്കെ പറയുന്ന പോലെ ആയി പോവും. മന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ മന്ത്രസിദ്ധി വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടത്തിന് പ്രയോഗിക്കാം. നമ്മൾ കൊടുത്തവൻ ഉത്തരവാദിയാണ് അതിന്.
നമുക്ക് അതുകൊണ്ടാണ് ഈ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ഉണ്ടാക്കി വെക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇതിപ്പോൾ ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് മന്ത്രദീക്ഷ കൊടുക്കുന്നത്. ഞാൻ അടുത്ത അതാണ് ചോദിക്കാൻ വന്നത്. ഇപ്പോൾ യൂട്യൂബിലിരുന്ന് ദീക്ഷ കൊടുക്കുന്നവർ, വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ദീക്ഷ കൊടുക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയാണ് ഇവർക്കത് യോഗ്യനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? അപ്പോൾ ദക്ഷിണ തരാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും. അല്ലാതെ എന്ത് യോഗ്യതയല്ല ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പം ഈ അനുഭവം തിരിച്ചു വരുമെന്ന് അറിവുള്ളവരായിരിക്കുമല്ലോ. അല്ല, വിവരമുണ്ട് ചെയ്യില്ലല്ലോ. അതിനുള്ള വിവരമുണ്ട് ചെയ്യില്ലല്ലോ. നമ്മൾ പറയില്ല, പേടിക്കാനും വേണം ഒരു മിനിമം ഒരു ബോധം, പേടിക്കാനും വേണമെന്നൊരു സിനിമ ബുദ്ധി വേണമെന്ന് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ കർമ്മഫലത്തെയും കർമ്മപ്രാരാബ്ദത്തെയും പറ്റി അറിയാൻ ഉള്ള മിനിമം ബോധം ഉണ്ടെങ്കിൽ ഇത് ചെയ്യത്തില്ല. ഞാനിത് പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ബോധമില്ലാത്ത കാലത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക്. അതുകൊണ്ട് അതിൽ നിന്നുള്ള അനുഭവങ്ങൾ അനുഭവിച്ചതിൻ്റെ പേരിലാണ് ഈ പറയുന്നത്. ദയവ് ഇത് ചെയ്തു കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം പങ്കുവെക്കാമോ? എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തന്നെ വെറുതെ എൻ്റെ പലയുടെ കുത്തി നറ്റിക്കുന്ന പോലുള്ള അനുഭവം. അതുകൊണ്ട് ഞാൻ ആ പണിക്കില്ല. എനിക്ക് ഒന്നുമില്ല, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചില ആൾക്കാർ പോയി ചില മന്ത്രങ്ങൾ പ്രയോഗിച്ചതിൻ്റെ പേരിൽ ഉണ്ടായി. പിന്നെ ഞാനിത് മാറ്റാൻ വേണ്ടിയിട്ട് അവസാനം സുഹൃതമൊക്കെ കഴിച്ച് വേറെ ആളെ കൊണ്ട്, നമ്മൾ പറയില്ലേ, വേറൊരാളെ കൊണ്ടൊന്ന് കഴിപ്പിക്കേണ്ട ഗതികേട് വന്നു. അത് ഈ മന്ത്രം കൊടുത്തതിൻ്റെ പേരിലാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാനും ഇതുപോലെ തന്നെയാണ്. ഞാനും എല്ലാവരോടും പറഞ്ഞിരുന്നത് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന പോലെ വിചാരിച്ചാൽ അത് ഞാൻ പറഞ്ഞിരുന്നു, അല്ലാതെ എന്നെ ഗുരുവായിട്ടൊന്നും കാണണ്ടെന്ന് പറഞ്ഞ് കൊടുത്താണ്. പക്ഷെ നമ്മളത് പറഞ്ഞാലും പരമ്പര അംഗീകരിക്കില്ല. ആ പരമ്പരയ്ക്ക് ഒരു വിധിയുണ്ട്, മന്ത്രം കൊടുത്തവനെ ഗുരുവായിട്ട് കാണണം എന്നാണ് വിധി. അപ്പോൾ ഗുരുവിനുള്ള പ്രിവിലേജുകൾ കിട്ടുന്ന കൂട്ടത്തിൽ തന്നെ ഗുരുവിന് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഗുരുവിന് അതിന് ശിക്ഷയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പം നമ്മൾ നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് നമ്മളൊരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ നിന്ന് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്താലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. സത്യം, ശിക്ഷ എന്തായിരിക്കും? വലിയ ശിക്ഷയായിരിക്കും. സാധാരണക്കാരന് കിട്ടുന്നതിനേക്കാൾ വലിയ ശിക്ഷ. അത് തന്നെ ഇവിടെ ഉണ്ട് അത് തന്നെ. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. എങ്ങനെ ശോധന ചെയ്തൊരു നല്ല ഒരു ശിഷ്യനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരാളിപ്പോൾ അങ്ങോട്ട് തന്നെ പല ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് ധാരാളം ആൾക്കാർ വന്ന് ചോദിക്കുന്നു, ഇവൻ യോഗ്യനാണ്, ഏറ്റവും ചുരുങ്ങിയ ഇതെങ്കിലും കൊടുക്കാം എന്നെങ്ങനെ? വേണ്ടാന്ന് പറയുന്ന ആൾക്ക് കൊടുക്കുന്ന നല്ലത്. വേണ്ടാന്ന് പറയുന്നവർക്ക് കൊടുക്കുന്ന നല്ലത്. എൻ്റെ അനുഭവമാണ്. ഇവിടെ ഒരു പൂർണ്ണതയ്ക്ക് കൊടുത്ത് കുറേ പേരെ ഒഴിവാക്കി വിടുമായിരുന്നു ഈ ശ്രീവിദ്യയുടെ പൂർണ്ണദീക്ഷ. എന്നുവെച്ചാൽ അവർ പോട്ടെ, അവരുടെ ഇഷ്ടത്തിന് പോട്ടെ, എന്നും എൻ്റെ വാലയെ ചുറ്റി ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഒരാളെ വിട്ടിട്ട് അയാൾക്ക് പഞ്ചദശി ഷോഡശി വരെയൊക്കെ കൊടുത്തു. പൂർണ്ണദീക്ഷ കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പഞ്ചാക്ഷരി തന്നെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് മതി, വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം കൂടെയുള്ളവർ പറഞ്ഞു, ആ ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞു, ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത്. അയാൾ വിളിച്ചിട്ടുണ്ടോ? അയാളാണ് മന്ത്രം ദീക്ഷ മേടിക്കാൻ യോഗ്യൻ. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോഴും ഇപ്പോഴും അത് ജപിക്കുന്നുണ്ടോ? ഞാൻ പഞ്ചാക്ഷരി തന്നെ ജപിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് അത് അസുഖം. നിങ്ങൾ എന്തിലാണോ ലയം കണ്ടെത്തുന്നത് അതാണ് നിങ്ങളുടെ മന്ത്രം. അല്ലാതെ നാട്ടുകാർക്ക് മുഴുവൻ കിട്ടുന്ന മന്ത്രമെല്ലാം നിങ്ങൾക്ക് യോഗ്യം. എല്ലാവർക്കും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, 10 ഇഞ്ചിൻ്റെ ഷൂ ആണ്, അല്ല 8 ഇഞ്ചിൻ്റെ ഷൂ ആണ്. എല്ലാവരുടെയും കാലിൽ ഫിറ്റ് ആവണം നിർബന്ധമൊന്നുമില്ല. അല്ല, ഫിറ്റാക്കാൻ വേണ്ടി കാല് മുറിച്ച് കഷ്ടപ്പെടുകയും വേണ്ട. അല്ലാതെ ഷൂവിനകത്ത് എന്തെങ്കിലുമൊക്കെ കുത്തി കയറ്റി വെച്ചിട്ട് ഇടുകയും വേണ്ട. നമുക്ക് പറ്റുന്ന സാധനം ഏതാണെന്ന് തോന്നുന്നു ജപിച്ചാൽ മതി. ഈ പൊതുവേ ഒരു ചിന്തയുണ്ട്, ഈ ശ്രീവിദ്യ അല്ലെങ്കിൽ മറ്റു വിദ്യ, ശ്രീവിദ്യ എല്ലാ വിദ്യ ശ്രീവിദ്യയാണ്. നിങ്ങൾക്ക് മുക്തിക്ക് കാരണമാകുന്ന എന്ത് വിദ്യ ശ്രീവിദ്യ തന്നെയാണ്. ശ്രീ അല്ലാത്ത ഒരു വിദ്യയില്ല. എല്ലാ വിദ്യയും, ഷൺമുഖ വിദ്യ ആണെങ്കിലും ഗണപത്യ ആണെങ്കിലും എല്ലാം ശ്രീവിദ്യ തന്നെയാണ്. ശ്രീവിദ്യ അല്ലാത്ത എന്താ ഉള്ളത്? ഭഗവതി അല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം വേറെ ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്താണ് ശ്രീവിദ്യ അല്ലാത്തത്? പഞ്ചാക്ഷരിക്ക് എന്താ കുഴപ്പം? പഞ്ചാക്ഷരി ശ്രീവിദ്യയുടെ എന്താ പറയുക, മെയിൽ വെർഷനാണ് പഞ്ചാക്ഷരി. ഒട്ടും കുറവല്ലാത്തൊരു സാധനമാണ്. രാമമന്ത്രം എന്താണ്? ഹര ഉമ, ശിവനും ശക്തിയും ചേർന്ന മന്ത്രമാണ് രാമമന്ത്രം എന്ന് പറയുന്നത്. അതല്ലേ ശ്രീവിദ്യ മന്ത്രം? രാമമന്ത്രം പോരെ? ഏത് മന്ത്രമാണ് അല്ലാത്തത്? സുബ്രഹ്മണ്യൻ്റെ മന്ത്രം. കയ്യിലിരിക്കുന്ന വേലെന്താണ്? ശക്തിയാണ്. സുബ്രഹ്മണ്യൻ്റെ കയ്യിലിരിക്കുന്ന വേല് ശക്തിയാണ്. സുബ്രഹ്മണ്യൻ്റെ ആ വേലിന് ശക്തിവേലെന്ന് പറയുന്നതുകൊണ്ടാണ് ശ്രീചക്രവും വേലും ഒന്നാന്ന് പറയുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ ഉപാസനയ്ക്ക് ഏറ്റവും നല്ലത് വേലാണ്. അപ്പം ശ്രീവിദ്യ അല്ലാത്ത ഏതെങ്കിലും വിദ്യ ഉണ്ടോ? ഒരു വിദ്യയില്ല. നമ്മൾ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റം പോയി നിൽക്കുന്നത് ശ്രീവിദ്യയിലാണ്. എല്ലാം ശ്രീവിദ്യ തന്നെയാണ്. നമ്മളിത് ശ്രീവിദ്യയാണെന്ന് തിരിച്ചറിയാതിരിക്കുകയോ ചെയ്യാം. ഇപ്പം ഇന്ന് ഈ കാലത്ത് ഇവിടെ ഇപ്പോൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ജപവും കേരളത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ലളിതാംബിക ഉപാസനയും ത്രിപുരസുന്ദരി ഉപാസനയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ തനത് ഉപാസന പദ്ധതി എന്ന് പറയുന്നത് ബാലഭദ്രയും സുബ്രഹ്മണ്യനുമാണ്. കേരളത്തിൻ്റെ പദ്ധതി ശാസ്താവ്. എന്നിട്ട് എന്തായാലും ഈ തറവാടുകളിലും ഇല്ലങ്ങളിലും കാണുന്ന കൊട്ടാരങ്ങളിലും എന്തിനാണ് വനവാസികളുടെ ഇടയിൽ പോലും മുക്തരായിട്ടുള്ള ആളുകൾ, ജീവൻ മുക്തരായിട്ടുള്ള ആളുകൾ അനവധി, എത്ര കോടി. ജാതിയൊന്നും നോക്കണ്ട, എല്ലാ ജാതിയിലും ഉണ്ടായിരുന്നു ഒരു യോഗീശ്വരൻ. നമ്മൾ ഏതെങ്കിലും ഒരു തറവാട്ടിൽ പോയി ഒരു പരിഹാരക്രിയ കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു ചൂരിലും മെതിയടിയും കാണും. അതല്ലെങ്കിൽ അവർക്ക് അറിയില്ലെങ്കിൽ നമ്മൾ പറയേണ്ടി വരും, ഒരു യോഗീശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പറയും, ശരിയാണ്, അമ്മയുടെ അമ്മാവൻ ഇങ്ങനെ പണ്ട് സമാധിയായ ആളാണ്, അദ്ദേഹം ആയിരിക്കും എന്നൊക്കെ ഇവർ പറയും. എങ്ങനെയാണ് ഇവരുണ്ടായത്?
ഏത് ശ്രീവിദ്യ ഉപാസന ചെയ്തിട്ടാണ് ഇവരൊക്കെ ഉണ്ടായത്? നിങ്ങളുടെ കുലദേവത ഉപാസിച്ച് തന്നെയാണ് ഇവരൊക്കെ സിദ്ധന്മാരായത്. ജീവൻ മുക്താവസ്ഥ എന്ന് പറയുന്നത് എന്ത് പദ്ധതി കൂടെയും വരും. ഇവൻ മൂർത്തി ഉപാസന അല്ലേ പോലും വരും. ഇപ്പം നമ്മളങ്ങോട്ട് പോയപ്പം പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഇവരെന്ത് ഏത് മൂർത്തി ഉപാസിച്ചിട്ടാ? മുക്തരല്ലേ? അതെ. എങ്ങനെ മുക്തി ഉണ്ടായവർക്ക്? അപ്പോൾ എല്ലാ പദ്ധതിയിലും ഗ്രീക്കിലും ഗ്രീസിലും അവിടെ ഇവിടെ എല്ലാ സംസ്കാരങ്ങളിലും ഇതുണ്ടായിരുന്നു. ഇവൻ മുസ്ലിം പരമ്പരകളിലെ സൂഫി പരമ്പരകൾ എത്രയോ സിദ്ധന്മാരുണ്ട്. സൂഫി പരമ്പരകളിൽ എത്രയോ സിദ്ധന്മാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് നേരിട്ട് പരിചയമുള്ള സിദ്ധന്മാരുണ്ട്, സൂഫി പരമ്പരയിലുള്ളവരുണ്ട്. നമ്മളെ ഞെട്ടിച്ചു കളയുന്ന ആളുകളുണ്ട്. അപ്പം എങ്ങനെ അവരുണ്ടായി? ഈ അദ്വൈത വേദാന്ത ദർശനത്തിൻ്റെ ഒരു ഭാഗമാണ് സൂഫി ദർശനം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. പുറത്തില്ല, അകത്തേക്ക് നോക്കാനാണ് ഈ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം എല്ലാ ദർശനങ്ങളും ഉള്ളിലേക്ക് നോക്കാനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഉള്ളിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നത് എന്തോ അത് ശ്രീവിദ്യ തന്നെയാണ്. അവസാനം ശ്രീവിദ്യയുടെ അവസാനം നമ്മൾ പറയും, പ്രപഞ്ചം മുഴുവൻ ഒന്നായി തീരുമ്പോൾ ഞാൻ പൂജ്യമായി എന്ന് പറയും. അതാണ് ശ്രീവിദ്യ. ഞാൻ സീറോ ആയി, ഞാൻ ഒന്നുമില്ലാണ്ടായി എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ ലളിതാംബിക എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇപ്പം ചട്ടമ്പി സ്വാമി തിരുവടികൾ എല്ലാം ആയിരുന്നിട്ട് ഒന്നുമില്ലാതെ വെറുതെ ഒരു ഒറ്റ മുണ്ടും തോർത്തും മാത്രം മതിയായിരുന്നു. എവിടെ വേണമെങ്കിലും പോകും, ഒന്നുമില്ലായിരുന്നു, പക്ഷെ എല്ലാം ആയിരുന്നു. അത് ശ്രീവിദ്യ തന്നെയാണ്. അതാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളീ കാണുന്ന പോലെ ചുവന്ന കുറിയും തൊട്ട് ചുവന്ന ഷാളും ഇട്ട് അനവധി മാലകളും ഒക്കെ ഇട്ട് ശ്രീചക്രപൂജ കഴിക്കുന്നതല്ല ശ്രീവിദ്യയുടെ പൂർണ്ണ പദ്ധതി എന്ന് പറയുന്നത്. അതൊക്കെ ആഴ്ചയ്ക്ക് ആൾക്കാരെ കാണിക്കാനും ഗിമ്മിക്ക് കാണിക്കാനൊക്കെ പറ്റും. ഈ ആൾക്കാരെ കാണിക്കുന്നവരോട് ഞാൻ ചോദിക്കാനുള്ള ചോദ്യം, ഞാൻ സ്വയം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നാട്ടുകാരെ കാണിക്കാൻ ഉള്ളതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞെന്ന് ചോദിച്ചു നോക്ക്. അവനവനോട് ചോദിച്ചു, സത്യം അറിയാൻ ഇല്ലെന്ന് പറയും. അവനവൻ്റെ ഉള്ളിൽ മനസ്സ് പറയില്ലെന്ന്. അപ്പം നിർത്തിക്കോണം ഈ പണി. എന്നിട്ട് ഉള്ളിലോട്ട് തിരിഞ്ഞിരിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അടി ഇത് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കൂടെ രണ്ടടി കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാനും ഈ ഷോയ്ക്കകത്ത് പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പരമ്പരയുടെ ഗുണം കൊണ്ടാണ് നമുക്ക് ഈ അകത്തേക്ക് തിരിയാനുള്ള ബോധം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. തിരുത്താനുള്ള ആ ബോധം ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ. ആ ബോധം സ്ഥിരമായിട്ട് വരികയായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു.